സത്യത്തിൽ നമ്പർ പിടിക്കാൻ എത്ര സമയം എടുക്കും? എന്നെ കൊണ്ട് ഞാൻ നോക്കിയിട്ടില്ല. ഇന്നൊരു ദിവസം വെച്ചാലും എന്നെ കൊണ്ട് പാടാം. 3 ലെയർ നമ്പർ ഒരു ലെയർ ഒരു 16 നമ്പർ വെച്ചിട്ട് ഒരു 3 ലെയർ നോക്കാൻ പോണേ. ഞാൻ നോക്കിയില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ സമയം പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് കിട്ടും. ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ ഫോൺ എടുത്ത് നോക്കിയോ, 4:21 അല്ലേ? ഈ എഴുതിയ സാധനങ്ങൾ ഇപ്പം ഏത് നമ്പർ അറിയണ്ടേ? എത്രാമത്തെ നമ്പർ അറിയണ്ടേ? രണ്ടാമത്തെ ലൈനിലെ 3-ാമത്തെ നമ്പർ 2. നോക്കി കഴിഞ്ഞ കണ്ടാണ് നോക്കിയതുണ്ടല്ലോ. 21 അല്ലേ? ഒരു എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പൊ ഉള്ള വിദ്യാഭ്യാസ രീതി വെച്ചിട്ട് കഷ്ടപ്പെടുകയാണ്. മറ്റേ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെയാണ് നമ്മളെ കൊണ്ട്. നമ്മൾ എന്തിനാണ് ഈ കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിൾ പഠിച്ചത് നമുക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ അത് എങ്ങനെ കാണാതെ പഠിക്കണം. ഒരു ദിവസം സുപ്രഭാതത്തെ ടീച്ചർ വന്നിട്ട് പറയാണ്, ഇത്രയും കുറെ എലമെന്റ്സ് ഉണ്ട്, നിങ്ങളൊക്കെ കാണാതെ പഠിക്കുന്നു. എന്നാൽ അതെങ്ങനെ അപ്പം ആ ഒരു കുട്ടിക്ക് ഇപ്പം പീരിയോഡിക് ടേബിൾ തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. എങ്ങനെ നമുക്കൊരു കുട്ടീനെ കാണാതെ പഠിപ്പിക്കാൻ പറ്റും? ഫീൽഡിൽ പഠിക്കാൻ പറ്റും. അത് ഒരുപാട് ട്രിക്ക് ഉണ്ട്. നമ്മൾ ഈ മെമ്മറി ട്രെയിനേഴ്സ്മാർ ചെയ്യുന്ന സ്റ്റോറി ഒക്കെ ആയിട്ട് പഠിക്കും. ഹൈഡ്രജനെ ഹായ് എന്ന് പറയും, ഹീലിയത്തിനെ എച്ചി എന്ന് വിളിക്കും. പിശുക്ക് ഹായ് എച്ചി. എച്ചിയുടെ പേര് ലിഥിയം. അവിടെ ഒരു പെറുക്കി തിന്നി ബെറീലിയം. വട്ടപ്പേരിക്കിട്ട് അവള് ഭയങ്കര ബോറാണ്. ബോറോൺ. അവക്കൊരു കാറുണ്ട്, കാർബൺ. അത് നൈറ്റ് കാലങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നൈട്രജൻ. ഇങ്ങനെ കഥ ഉണ്ടാക്കി ഇങ്ങനെ കഥ ഉണ്ടാക്കി പഠിപ്പിക്കുക. അല്ലെ, ഇത് ഒരു രീതിയാണ്. ഇതിങ്ങനെ 25ഓളം രീതിയിൽ മോഡേൺ രീതിയിൽ തന്നെ മെമ്മറി ടെക്നിക് ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി ഐക്യൂട്ട് സിസ്റ്റത്തിൽ ഞാൻ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെമ്മറി ലെയർ സിസ്റ്റം, 4 ലെയർ സിസ്റ്റം, മൈൻഡ് മാപ്പിംഗ്, സ്പാസ് റിപ്പറ്റീഷൻ, ന്യൂമോണിക്സ്, പെക്സ്, ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുന്ന ട്രിക്സുകളുണ്ട്. അത് ഒരുപാട് പേര് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കൊച്ചിലെ ട്രെയിൻ ചെയ്യിച്ചാല് നമ്മളിപ്പോഴും ഈ മെമ്മറി ട്രെയിനർമാരെന്ന് പറഞ്ഞ ആൾക്കാർ ചെയ്യുന്നത് മൊത്തം ഗിന്നസിന് വേണ്ടിയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. റെക്കോർഡ്സിന് ഇപ്പൊ എല്ലാ രക്ഷാർത്ഥർക്കും ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇടണം, എന്റെ നമുക്ക് ഒരു ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇടണം, ഫെയിം കിട്ടാൻ വേണ്ടി. ഒരു 100 വേർഡ്സുകൾ ഇത്ര കാണാ പഠിപ്പിക്കുന്ന ഒരു മെമ്മറി ട്രെയിനിങ് കൊടുക്കും. നല്ലത് തന്നെയാണ്, ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ആ ട്രിക്സ് തന്നെ ഇവരുടെ അക്കാഡമിക്കലും കൂടെ ഇവര് ഉപയോഗപ്പെടുത്തി ഇന്റഗ്രേറ്റ് ചെയ്തതെന്നുമല്ല. അതിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇവര് ഗിന്നസ് റെക്കോർഡ് ഒക്കെ എടുക്കുന്നതിനകത്ത് എനിക്കൊരു സന്തോഷമുള്ളൂ. നമ്മളുടെ നാട്ടിൽ ജനിക്കുന്ന കുട്ടികൾ, ഞാൻ ഒരു റെക്കോർഡ്സും ശ്രമിച്ചിട്ടില്ല, ഇന്ന് വരെ ശ്രമിച്ചിട്ടില്ല. റെക്കോർഡ്സിന് ശ്രമിച്ചിട്ടില്ല. അത് മാത്രമല്ല, നമ്മൾ ഈ റെക്കോർഡ്സിനൊക്കെ പോകുന്നു. ഇപ്പൊ ഗിന്നസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. ഗിന്നസ് റെക്കോർഡ് പറഞ്ഞ ആൾക്കാർ പറയുന്നത് ഗിന്നസ് എന്ന് പറഞ്ഞ ബിയറിന്റെ കമ്പനിയാണ്, അറിയാം. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് പറഞ്ഞാൽ എന്താ? ലിംക എന്ന് പറഞ്ഞ മറ്റേ ബ്രാൻഡിന്റെയാണ്. ഇതെല്ലാം ഒരു കമ്പനികളെ പ്രൊമോട്ട് ചെയ്യാൻ കൊടുക്കുന്ന അവാർഡുകൾ മാത്രമാണ്. ഇത് കിട്ടിയൊരു ചെറുതല്ലെന്നല്ല. ഇതിന് ഒരുപാട് പൈസ ചെലവുണ്ട്. നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിനും, നമ്മൾ ഇപ്പൊ ഒരു വേദി ഒരുക്കുന്നതിനും. നമ്മളിപ്പോ എനിക്കിപ്പോ ഗിന്നസിന് അപ്ലൈ ആണെങ്കിൽ ഞാൻ ഇവിടെ എന്തൊരു വേദി ഒരുക്കണം, ഇവിടുന്ന് 5 വരെ ഇൻവിറ്റേഷൻ ചെയ്യണം, ഇതുപോലത്തെ കുറെ ക്യാമറ ആൾക്കാരെ വിളിക്കണം. ആ വേദിയുടെ പൈസ എല്ലാം ഞാൻ തന്നെ നൽകി കൊടുക്കണം. എനിക്ക് കിട്ടുന്ന ഒരു ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് അത് മൂല്യമില്ലെന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് ആ ഒരു ഫെയിമിനോട് താല്പര്യം വന്നില്ല. അതുകൊണ്ടാണ് സത്യത്തില് ഞാൻ എപ്പോഴും പറഞ്ഞില്ല. ഞാൻ ഈ 2011 ന്യൂസ് പേപ്പറിൽ വാർത്ത വന്നെങ്കിലും ഞാൻ ഈ ഒരു 10 വർഷക്കാലയളവിലും ഒരു ചാനലിന് ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല. കാര്യം എനിക്കൊരു ഫെയിമിൽ ഉപരിയായിട്ട് ഞാൻ എപ്പോഴൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എഡ്യൂക്കേഷനിൽ ഇത് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യും. നമ്മൾ ജനിച്ച് ഇവിടെ നിന്ന് മരിക്കുമ്പോഴേക്കും ഒരു കോൺട്രിബ്യൂഷൻ നൽകണം എന്നുള്ള ആഗ്രഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. കുഞ്ഞുങ്ങൾക്ക് പാസ് ചെയ്ത് കൊടുക്കുക. കാര്യം എന്ന് വെച്ചാൽ 2011 ശിവന്തള ദേവിയായിട്ടൊരു മീറ്റിംഗിന് തിരുവനന്തപുരത്ത് മേഡം വന്നിരുന്നു. അപ്പൊ ഞാനും ഇവിടെ കാണാൻ വന്നിരുന്നു. അപ്പൊ ഞാനൊരു കാണിയായിരുന്നു. അപ്പം ഒരു ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ ചോദ്യം ചോദിച്ച ഒരാളാണ് പണ്ട്, വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് മേഡത്തിനോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നിയത്, അതിനുശേഷം എനിക്ക് തോന്നിയൊരു തോട്ടായിരുന്നു, എന്തുകൊണ്ട് ഈ ശകുന്തള മേഡം വളരെയധികം ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് മാത്തമാറ്റിക്സിൽ, മൾട്ടിപ്ലിക്കേഷനൊക്കെ. അപ്പം എന്തുകൊണ്ട് ഇത് ഷെയർ ചെയ്തുകൂടാ എന്നൊരു തോട്ട് എനിക്ക് വന്നു. അപ്പം എന്തോ മേഡം അത് ഷെയർ ചെയ്തില്ല. അപ്പം എനിക്ക് തോട്ട് വന്നത് എനിക്ക് കിട്ടിയ നോളജ് ഷെയർ ചെയ്യണം.
അത് ഷെയർ ചെയ്യണം. എന്തിനാ ഒരു ഷെയർ ചെയ്തെന്ന് പറയുന്നത് പ്രശ്നം? ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത് നാളെ എൻ്റെ കണക്ക് ഒരു കുട്ടി ആവണമെന്ന് എനിക്ക് സന്തോഷമാണ്. ഞാൻ ഇപ്പോഴും ഒരുപാട് വേദികളിൽ പോയിട്ട് ഈ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഡിജിറ്റ് ഇപ്പം എഴുതിയിട്ടിട്ട് ഞാൻ അവസരം കൊടുക്കുന്നുണ്ട്. ഇത് പറയുന്ന കുട്ടിക്ക് ഞാൻ ഒരു ലാപ്ടോപ്പ് മേടിച്ചാലെന്നൊക്കെ പറഞ്ഞ് ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് പല വേദികളിലും. ഇന്ന് വരെ എനിക്ക് ഒരു കുട്ടിയും കിട്ടിയിട്ടില്ല. ഒരു ടൈം കൊടുക്കും, ഒരു 2 മിനിറ്റ് ടൈം കൊടുക്കും. 100 നമ്പർ എഴുതിയിട്ടിട്ട് 2 മിനിറ്റ് ടൈം കൊടുക്കും. സത്യത്തിൽ 1 മിനിറ്റിലൊക്കെ 100 നമ്പർ പറയുന്ന മെമ്മറി ട്രെയിനിങ്ങുകളുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ മത്സരിക്കുന്നുണ്ട്. അതൊക്കെ ഈ ന്യൂമോണിക്സ് കോഡ് വെച്ചാ പഠിക്കുന്നത്. ഞാൻ നോർമലി പഠിക്കുന്ന വെച്ചാൽ ഫോട്ടോ പോലെ ഇങ്ങനെ പതിച്ച് എടുക്കും. എന്നിട്ട് ഇങ്ങനെ നോക്കി പറയാൻ പറ്റും. അതിന്റെ ഒരു ഡെമോ കാണിച്ചുതരാം. പിന്നെ അത് കാണിക്കാൻ പറ്റും. ഫോട്ടോ പോലെ ഇപ്പൊ ഒരു 10-50 ഒരു 3 ലെയർ നമ്പർ എഴുതാമെങ്കിലേ എഴുതാം. ഞാൻ കാണിച്ചു 3 ലെയർ നമ്പർ. എത്രത്തോളം നമ്പേഴ്സ്? ഒരു ലെയറിൽ ഒരു 16 നമ്പർ വെച്ച് എഴുതിക്കോ. 3 ലെയർ നമ്പർ ഒരു ലെയറിൽ ഒരു 16 നമ്പർ വെച്ചിട്ട് ഒരു 3 ലെയർ. ഒരു ലെയറിൽ 16 നമ്പർ വെച്ചിട്ട് 3 ലെയർ നമ്പർ എഴുതണം. ഇഷ്ടമുള്ള റാൻഡം നമ്പർ സിംഗിൾ ഡിജിറ്റ് എഴുതണം. സിംഗിൾ ഡിജിറ്റ് എഴുതിയാൽ മതി. അത് സിംഗിൾ ഡിജിറ്റ് കൂട്ടി എഴുതിയാൽ മതി. പിന്നെ ഓരോന്നും എഴുതുന്നത് ഒരേ ലെവലിൽ എഴുതണം. ഷുവർ. ഓക്കെ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് 9 10. ഒന്ന് രണ്ട് മൂന്ന് നാല്. കുഴപ്പമില്ല. എഴുതാൻ പറ്റുന്ന അത്ര എഴുതിയാലും മതി. കുഴപ്പമില്ല. 12. എഴുതാൻ പറ്റുന്ന പോലെ എഴുതിയാലും മതി. കുഴപ്പമില്ല. 12 എണ്ണം മതിയോ? എത്രയാലും കുഴപ്പമില്ല. ഓഡിയോയിൽ പറഞ്ഞില്ലേ 16. അത് കുഴപ്പമില്ല. മാക്സിമം അത്ര കുഴപ്പമില്ല. ശരി, ഇനി എളുപ്പമുണ്ട്. താഴോട്ട് വെക്കാം. താഴോട്ട് 2 ലെയറും കൂടെ എഴുതുവാണേ. ഇത് കഴിഞ്ഞോ? സത്യത്തിൽ ഇതൊരു മെഡിറ്റേഷണൽ പ്രോസസ്സാണ്. നമ്മൾ ഇത് ചെയ്തതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിന്റെ രീതി പറഞ്ഞു തരുക. മനസ്സിലാക്കാൻ പറ്റുന്ന ചിന്തിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നതിന്റെ പ്രതലമില്ലേ, അപ്പൊ നമ്മളെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ വന്നിട്ടുണ്ടാവും. പല ചിന്തകളും വന്നിട്ടുണ്ടാവും. നമ്മൾ മൈൻഡിനെ ഫുള്ള് ഫ്രീ ആക്കുക, ക്ലിയർ ആക്കുക. മൈൻഡ് ഫുള്ള് ഫ്രീ ആക്കുക, ബോഡിയും ഫ്രീ ആക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇല്ല, ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇവിടെ ഇല്ല എന്ന് ചിന്തിക്കുക. ആ ഒരു ചിന്തയിലോട്ട് എത്തുന്ന ഒരു നിമിഷം, ആ ഒരു ഫോക്കസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഞാൻ കാണിച്ചു തരാം. അതാണ് ശ്രമിക്കുന്നത്. വെയിറ്റ്. സത്യത്തിൽ നമ്പർ പിടിക്കാൻ എത്ര സമയം എടുക്കും? ഞാൻ നോക്കുന്നില്ല, ഞാൻ നോക്കിയിട്ടില്ല. ഇന്നൊരു ദിവസം വെച്ചാലും എന്നെ കൊണ്ട് പാടാ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് കട്ടോ അങ്ങനെ എന്തെങ്കിലും ഇടേണ്ടി വരും. ശരി, എനിക്ക് എത്ര സമയം തരും ഇത് പഠിക്കാൻ? ഞാനൊരു ചലഞ്ച് ചോദിച്ചാൽ എനിക്ക് എത്ര സമയം? 5 മിനിറ്റ് തരാം. 5 മിനിറ്റ് തരുമോ? ശരി, 5 മിനിറ്റ് വേണ്ട. എനിക്ക് 1 സെക്കൻഡ് മതി. 1 സെക്കൻഡ് സമയം തന്നാൽ മതി. സത്യത്തിൽ നമ്മൾ ന്യൂമോണിക്സ് ടെക്നിക്സ് ഉണ്ട്. ഈ മെമ്മറി ടെക്നിക്സ് വെച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പം നമ്മൾ നമ്പേഴ്സ് ഇങ്ങനെ എന്ത് ചെയ്യും, ഓരോരോ ഇമേജുകളാക്കിയിട്ട് കഥ ഉണ്ടാക്കിയാ പഠിക്കുന്നത്. അത് സമയം എടുക്കും. അങ്ങനെയാണ് ഈ മെമ്മറി ചാമ്പ്യൻഷിപ്പിന് ചെയ്യുന്നവര്. ഞാൻ ചെയ്യുന്നത് ഫോട്ടോഗ്രാഫി മെമ്മറിയാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു ഫോട്ടോ എടുക്കുന്ന കണക്ക് എടുക്കുക. ഞാൻ കാണിച്ചായിരുന്നു നോക്കാം, ചെയ്യാൻ പോവാം. 1 സെക്കൻഡ് ഞാൻ നോക്കും, എടുക്കും.
നോക്കാൻ പോണേ. ഓക്കെ, ഞാൻ നോക്കി നമുക്കൊന്ന് ശ്രമിക്കാം. ശരി, നോക്കിയോ? ഓക്കെ, കാണാ പറയാ. 3 ഓക്കെ, 1 4 6 8 7 2 4 1 1 6 7 7 0 2 9 4 3 5 1 0 8 2 3 1 5 3 7 1 6 2 4 9 5 0 4. കറക്റ്റല്ലേ? എപ്പടാ ഇതെങ്ങനെടാ സർ ഇതിനെ ക്ലിക്ക് ചെയ്തു? എപ്പോ ക്ലിക്ക് ചെയ്തു? ഞാൻ നോക്കണ്ടില്ല, നോക്കിയതുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു സെക്കൻഡ് പോലും എടുത്തില്ല. അത്ര സമയം ഇത് ഫോട്ടോഗ്രാഫി ആണെന്നുള്ളത്. ഫോട്ടോഗ്രാഫി ഇങ്ങനെ ഇരിക്കുന്ന അറിയോ, ഒരു ഷെയ്ഡിൽ പോലും എനിക്കത് കാണരുത്. കാര്യം ഞാനത് അത്രയും ഡിവൈൻ ആയിട്ടാണ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാല് ഞാനൊരു കളത്തിനെ കാണിക്കുന്നില്ല. പക്ഷെ പ്രേക്ഷകർക്കായിരിക്കും എന്താ അറിയാം, ഞാൻ ഇവിടെ കൂടെ നോക്കുന്നത്. അപ്പൊ നോക്കാം, വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇത് ഫോട്ടോഗ്രാഫി മെമ്പർ എന്ന് പറയുന്നത് ഈ ഒരു പ്രതലത്തിലില്ലേ, വേണ്ടേ, എനിക്കിവിടെ ഈ ഒരു പ്രതലത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ക്ലോക്ക് പറഞ്ഞ കണക്ക് തന്നെ മിക്ക സാധനങ്ങളും ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ സമയം പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ ഫോൺ എടുത്ത് നോക്കിയോ, 4:21 അല്ലേ? അപ്പൊ അതുപോലെ തന്നെ ഈ എഴുതി വെച്ച സാധനങ്ങളില്ലേ, ഈ എഴുതി വെച്ച സാധനങ്ങൾ ഇപ്പം ഏത് നമ്പർ അറിയണ്ടേ, എത്രാമത്തെ നമ്പർ അറിയണ്ടേ? രണ്ടാമത്തെ ലൈനിലെ 3-ാമത്തെ നമ്പർ. 2 പൂജ്യത്തിന്റെ ടഫ് തരാം, ടഫ് ആയിട്ടുള്ളത് തരാം. 7-ാമത്തെ നമ്പർ. രണ്ടാമത്തെ റോയിൽ 7-ാമത്തെ നമ്പർ 5 ആണ്. ആ 5ന് മുകളിൽ കിടക്കുന്നത് 2 ആണ്. ആ 5ന് താഴെ കിടന്ന നമ്പർ 2 ആണ്. 2ന് ഇപ്പുറം 6 ആണ്, 2ന് അപ്പുറം 4 ആണ്, അല്ലേ? എനിക്ക് ഇവിടെ കാണാം. ഇപ്പൊ ചോദിക്കത്തില്ലേ, ബാക്കി ആണെങ്കിൽ തന്നെ കാണാമെങ്കിൽ തന്നെ അതൊന്ന് നോക്കി പറയാൻ സമയം വേണ്ടേ? ഇങ്ങനെ നോക്കാം. 4 0 ബാക്കിന്ന് ഇപ്പൊ ബാക്കിന്ന് കൊണ്ടോട്ട് 4 0 5 9 4 0 5 9 4 2 6 1 7 3 5 1 3 2 8 0 1 5 3 4 9 2 0 7 അല്ലേ? കിട്ടിയോ? ഇവിടെ വരുന്ന 7 6 1 1 4 2 7 8 പിന്നെ വരുന്ന പറയണ്ട, പിന്നെ വരുന്നത് 6 4 1 3 അല്ലേ? കാണാൻ പറ്റും. ഇത് വെച്ചിട്ടാണ്, ഇതാണ് നയന വിസ്തൃതി എന്ന് പറയുന്ന സ്കില്ല്. വിസ്തൃതി. ഇതിന്റെ മറ്റൊരു ഇതാണ് ഞാൻ ഇതെടുത്തിട്ടേക്കുന്നത്. ഇതിന്റെ വേറൊരു വെർഷനാണ്. ഇതിപ്പോ എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഞാനിരുന്ന് എണ്ണണം. ശരി, ഓക്കെ. ഇതിനകത്ത് ഇപ്പം എണ്ണണം ഇല്ലേ? ഇതിന്റെ എണ്ണം പറയാം. ഇപ്പൊ ഞാനിത് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഇത് വേണ്ട, ഇതിനകത്തൊന്ന് വേണമെങ്കിൽ കുറച്ചെടുത്ത് ഇവിടെ ഇടാം. ഒരു പിടിയാനെടുത്ത് ഇഷ്ടമുള്ള ഇടാം. അപ്പൊ നമ്മൾ റാൻഡം വരുന്ന എത്ര അറിയത്തില്ലല്ലോ. ഇട്ടിട്ട് എനിക്ക് എണ്ണം എന്നിട്ട് ചോദിക്കാം. ആ ചോദിക്കുന്ന എണ്ണം എത്ര സമയം എടുക്കും നോക്കാം. ഞാൻ എണ്ണട്ടെ. ഇട്ടു. ഞാൻ എണ്ണട്ടെ ആദ്യം. എനിക്കതിനോ കണ്ണടച്ചിരിക്കുവാണേ. കണ്ണടക്കണേ. പറയട്ടെ? പറയല്ലേ? കൈമാറ്റി കാണാം. എത്ര സമയം എടുക്കണേ നോക്കാം. നോക്കണേ. റെഡി. നോക്കി കഴിഞ്ഞ കണ്ടാണ്, നോക്കിയതുണ്ടല്ലോ. 21 അല്ലേ? അത്ര ടൈം എടുത്താൽ മതി. ഫോട്ടോ എടുക്കാൻ പറ്റുന്നേ? ഫോട്ടോ എടുത്തിട്ടുണ്ടെന്നതാ. അപ്പോഴേ അനലൈസേഷൻ കിട്ടും. വളരെ ഫാസ്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്ത് എളുപ്പമാ, പത്രമൊന്നും വായിക്കണ്ടല്ലോ. പത്രത്തിന്റെ 1 മണിക്കൂർ നമുക്ക് 275 250 പേജൊക്കെ ചുമ്മാ വായിച്ചോളാം. വെറുതെ ഇങ്ങനെ വായിച്ചോളാം. ഞാൻ ഈ ഒരു ജേർണല് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ബ്രോഷറാണ്, ചുമ്മാ കാണിച്ചാ വായിക്കാൻ പറ്റും. ലൈക്ക് വായിക്കുക മാത്രമാണോ അതോ ഇമേജിന്റെ ഇപ്പൊ ഞാൻ ഒരാളുടെ ഉടുപ്പ് കാണിച്ചാൽ ഉടുപ്പിന്റെ ഷർട്ട് ഏതാന്ന് പറഞ്ഞാലും, ഞാനൊരു ഇന്റർവ്യൂല് ഹണി റോസിന്റെ കഴുത്തിലെ മാലയുടെ നോക്കട്ടെ. ഓക്കെ, എത്ര നേരം കാണിക്കണം? അതിന്റെ ഇമേജിന്റെ ഡെപ്ത് അനുസരിച്ച് ഇതിപ്പോ ഇത്രയും ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇതിപ്പോ ഇതൊരു സ്ഥലമല്ലേ, ഈ ഫോക്കസ് ഇങ്ങനെ വരും. ഇമേജ് ആകുമ്പോൾ ഇച്ചിരി പരന്നു കിടക്കുമല്ലേ, അപ്പൊ ഒരു പ്രാവശ്യം ഒന്നിങ്ങനെ
ഓടിക്കാനുള്ള സമയം കിട്ടണം. ശരി, ഒരു പ്രാവശ്യം. റെഡി? 3 2 1 ഗോ. ഓടിച്ചു. ഓക്കെ, ഒന്നും കൂടെ കാണിക്കാം. ഓക്കെ, ഓടിച്ചു. എന്തായാലും 2 ചോദ്യങ്ങൾ ചോദിക്കാം. ഇതിൻ്റെ അകത്ത് മിസ്റ്റർ അരുൺ കുമാർ ഇട്ടിരിക്കുന്ന, അരുൺ കുമാറിനെ എത്ര തവണ കണ്ടു? അതില് മൊത്തത്തില് ഞാൻ പറയാം, അതില് മൊത്തത്തില് 18 ഫോട്ടോസ് ഉണ്ട്. ഈ സൈഡിൽ മൊത്തം 18 ഫോട്ടോസ് ഉണ്ട്. അതിൽ 10 ആണുങ്ങളും 8 പെണ്ണുങ്ങളുമാണ്. അമ്മേ, ഒരു മിനിറ്റ്. 1 2 3 4 5 6 7 8 പെണ്ണുങ്ങളാ. 8 9 അല്ല, 1 2 3 4 5 6 7 8 ആണുങ്ങളാ. തിരിച്ചാ, സോറി, 8 ആണുങ്ങളും 10 പെണ്ണുങ്ങളും. ഒന്നും കൂടെ എടുക്കാം. ഓക്കെ, പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് മിസ്റ്റർ അരുൺ കുമാറിനെ എത്ര തവണ കണ്ടു? 2 തവണ കണ്ട്. 2 തവണ കണ്ടു. അതിനകത്ത് മൊത്തം 18 ഫോട്ടോസ് ഉണ്ട്. 18 ഫോട്ടോസ്. 18 ഫോട്ടോസ് ഉണ്ട്. 6 × 3 18. അതിനകത്ത് 8 ആണുങ്ങളാ. 8 ആണുങ്ങളാ. 1 2 3 4 5 6 7 8. ഓക്കെ, 10 പെണ്ണുങ്ങളുമാണ്. അതില് അരുൺകുമാർ 2 വട്ടം വരുന്നുണ്ട്. നമ്മളുടെ പാർവതി, സുജയ പാർവതി 2 വട്ടം വരുന്നുണ്ട്. സുജയ പാർവതി 1, സുജയ പാർവതി 2. ഓക്കെ, ജനന്റീവിടെ ഒരെണ്ണേ ഉള്ളൂ അതിനകത്താകെ. ഒറ്റ ഒരാളെ ഫോട്ടോ ഉള്ളു, അനിൽ നമ്പ്യാറിന്റെ. അതൊരു നടുക്ക് ഭാഗത്തായിട്ട് ഒരു ഓറഞ്ച് കളർ ഷർട്ട് ഇട്ട് എടുക്കുന്നു. ഞാനിവിടെ തപ്പുവാ. ഓക്കെ, ജനന്റീവിടെ ഒരാളുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഫോട്ടോ ശ്രീകണ്ഠൻ പറഞ്ഞു. ഫോട്ടോയാണ് നമ്മൾ അതിന് തൊട്ട് താഴെ ഹാഷ്യം ഇരിക്കുന്നല്ലേ, ചെക്ക് ഷർട്ട്, ബ്ലൂ ചെക്ക് ഷർട്ട്. ഇപ്പുറത്തെ പേജിൽ ഞാൻ ചോദിക്കാം. ഇപ്പുറത്തെ പേജിൽ താഴെ നമ്മുടെ ടാൽറോപ്പിന്റെ സൗദി അറേബ്യയിൽ GCC-ലൊക്കെ ഉള്ള കുറെ പ്രോഗ്രാംസിന്റെ കോൺഫറൻസ് നടന്ന സ്ഥലത്തിന്റെ പേര് എഴുതിയിട്ടുണ്ട്. ആ സ്ഥലം സൗദി അറേബ്യ സ്ഥലം ജുബൈലിയാന്ന് തോന്നുന്നില്ലേ? ജുബൈലുണ്ട്, പിന്നെ ദമാമിലുണ്ട്, ബഹ്റൈനുണ്ട്. ഇതുവരെ പറഞ്ഞത് ശരിയാണ് കേട്ടാ. ഉണ്ട്, ബഹ്റൈനുണ്ട്. പിന്നെ ദുബായ് ആണോ? അല്ലല്ലേ, ഖത്തറാ? അല്ല. പിന്നെ എത്ര സ്ഥലങ്ങളുണ്ട് മൊത്തം? സൗദി അറേബ്യയുടെ 2 സ്ഥലം. ദമാമുണ്ട്, ജുബൈലുണ്ട്. പിന്നെ എവിടുത്തെ സ്ഥലങ്ങളാ? ഒന്ന് ബഹ്റൈൻ. സൗദി അറേബ്യയുടെ 2 സ്ഥലമുണ്ട്. ജിദ്ദയും മറ്റത് വിട്ടുപോയി, റിയാദ് വിട്ടുപോയി. അത് കുഴപ്പമില്ല. അപ്പം എത്ര സ്ഥലങ്ങളുണ്ട് മൊത്തം? 5 സ്ഥലങ്ങളാ? 6 സ്ഥലങ്ങളാ? 1 2 3 4 5 5 സ്ഥലങ്ങളുണ്ട്. 5 സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ജിദ്ദ, റിയാദ്, ജുബൈല്, ദമാം, ബഹ്റൈൻ അല്ലേ? അറ്റത്ത് കിടക്കുന്നത് ബഹ്റൈൻ, പിന്നെ കിടക്കുന്നത് ദമാം, പിന്നെ ജുബൈല്, അതിന്റെ മുകളിൽ റിയാദും, പിന്നെ അവിടെ കിടക്കുന്നത് ജിദ്ദ. അങ്ങനെ ആ ഫോട്ടോസ് കൊടുത്തേക്കുന്നത്. ശരി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ 2 പത്രങ്ങൾ അസോസിയേറ്റ് ചെയ്ത 2 പത്രങ്ങളുടെ ലോഗോ ഉണ്ട്. അത് ഏതൊക്കെ പത്രം? ഇങ്ങനെയാണ് കിടക്കുന്നെങ്കിൽ ചന്ദ്രിക, കേരളാവതി. ആണോ? തിരിച്ച കേരളാവതി, ചന്ദ്ര അല്ല, തിരിച്ച് കേരളാവതി, ചന്ദ്രിക അല്ലേ? 2 കിടക്കുന്നത്. ശരി. പിന്നെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് നിങ്ങൾ നടത്തിയ കുറെ സ്ഥലങ്ങള്, കുറെ സ്ഥലമുണ്ട്. അതിനകത്ത് എനിക്ക് വന്ന് വർക്കലയോ, മാവേലിക്കരയോ, പൊന്നാനിയോ, കാസർഗോഡും, പിന്നെ അങ്ങനെ കുറെ സ്ഥലങ്ങൾ കിടപ്പുണ്ട്. അത് വളരെ കുഞ്ഞു ടെക്സ്റ്റ് ആയിട്ടല്ലേ കണ്ട? അതെങ്ങനെ ഫോട്ടോയിൽ എടുക്കാൻ പറ്റി? നമ്മളിത് കാണുന്ന പ്രതലത്തില് നമുക്ക് അതുപോലെ ഇപ്പൊ ഇത് കണ്ട് പഠിക്കുവല്ല, ഇത് അതുപോലെ എടുക്കുക. ഫോട്ടോ എടുക്കുക. ഇത് എടുക്കുക ഫോട്ടോ 21 എടുത്തിട്ട് പിന്നെ ഇതെടുത്ത് കഴിഞ്ഞിട്ട് അതിനെ കൗണ്ട് ചെയ്താൽ മതി. ഇത് സത്യത്തിൽ ഇത് ഇത്രയും സ്പീഡ് ചെയ്യുമ്പം നമ്മൾ മുന്നേറും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇത് തന്നെ സത്യം പറഞ്ഞാൽ അറിയാം, നമ്മൾ ഒരിക്കലും ഇതിനകത്ത് ഒരു കള്ളത്തരം കാണില്ല. എനിക്ക് വേണ്ടി ഇപ്പൊ ഞാൻ പറയുന്നത് എല്ലാരും ചെയ്യുന്നത് ഇത് ഫേക്കാണെന്ന്. പക്ഷെ നേരിട്ട് പരിചയപ്പെടുന്നവർക്ക് കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ നമ്മളിപ്പോ ഇത് എടുത്തിട്ടല്ല, ഇതിപ്പം ഞാൻ ഇത് കൊണ്ടുവന്ന് ഇതിനകത്ത് ഇട്ടതാ. ഇത് ഞാൻ എടുത്തു വെച്ചിട്ട് ഇത് എണ്ണയിരുന്നെങ്കിൽ എനിക്ക് പറയണമെന്താ, ഞാൻ എണ്ണി വെച്ചായിരിക്കും. ഇത് എടുത്ത് ഇട്ട ഉടനെ ഞാൻ നോക്കി, ഇപ്പം കയ്യിലിരിക്കുന്ന എത്ര എനിക്കറിയില്ലേ, പക്ഷെ നോക്കി 21 പറഞ്ഞേ. ഇതെടുക്കാം. കടലെടുത്തോ? ശരി.